നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എസ്.പിയുടെ കീഴിൽ 2 ഡിവൈഎസ്പിമാരുള്ള അന്വേഷണ സംഘമാണ് രൂപീകരിച്ചത്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വൻ ആസൂത്രണം നടത്തിയാണ് കൊല നടത്തിയതെന്നാണ് നിഗമനം. മൈലപ്ര സ്വദേശി പുതുവേലിൽ വീട്ടിൽ ജോർജ് ഉണ്ണുണ്ണിയാണ് മരിച്ചത്. മൈലപ്രയിൽ ഏറെക്കാലമായി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് ജോർജ്. സ്റ്റേഷനറി സാധനങ്ങളും മറ്റു വീട്ടു സാധനങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന കടയിലാണ് സംഭവം. കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരികെ നിലയിലാണ് കടയ്ക്കുള്ളിൽ ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയും കാണാതായിട്ടുണ്ട്. പോലീസ് പരിശോധനയിൽ കടയിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ലെന്നാണ് തെളിഞ്ഞത്. ഇതിൽ നിന്നാണ് ഗൂഢാലോചന വ്യക്തമാകുന്നത്. സ്വർണ്ണമാല ലക്ഷ്യമിട്ടായിരുന്നു കൊലയെന്നാണ് സൂചനകൾ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാർ. റോഡിലെയും സമീപത്തെ വീടുകളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. മൈലപ്ര പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് 2 മുറി കടയുടെ പിന്നിൽ കൈകാലുകൾ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി കെട്ടി വായിൽ തുണി തിരികെ നിലയിലായിരുന്നു മൃതദേഹം. ഫോറൻസിക് സംഘം എത്തി പ്രാഥമിക പരിശോധന നടത്തി. ഉച്ചകഴിഞ്ഞ് 2-നും വൈകിട്ട് 6-നും ഇടയിലാണ് കൃത്യം നടന്നിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. തിരക്കേറിയ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്കരികിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയത്. ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കാർഷിക വിളകളും കൃഷിക്കുള്ള ഉപകരണങ്ങളും വിൽക്കുന്ന കടയാണ് പുതുവൽ സ്റ്റോഴ്സ്. സംഭവ സ്ഥലത്ത് തന്നെ ശക്തമായ പോലീസ് കാവലേർപ്പെടുത്തി. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കടുപ്പമേറിയതാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇതിൽ നിന്ന് വാഹനം കണ്ടെത്തി വേണം കൊലയാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്താൻ. ജോർജിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചെറുമകൻ വൈകിട്ട് 5:30 എത്തുമ്പോഴാണ് മൃതദേഹം കാണപ്പെട്ടത്. കടയിലെ സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. കടയുടെ ഉൾവശത്ത് ധാരാളം സ്ഥലമുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ കടയിൽ എന്തു നടക്കുന്നുവെന്ന് അറിയാൻ കഴിയില്ല. മകൻ ഷാജി ജോർജ് മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിലെ നിലവിലെ സെക്രട്ടറിയാണ്. അതേസമയം എറണാകുളം ജില്ലയിലെ പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഇവരുടെ 2 പെൺമക്കൾക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇവരെ കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. പിറവം കക്കാട് സ്വദേശി ബേബി, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. 58-കാരനായ ബേബി പ്രവാസിയായിരുന്നു. കുറച്ചു കാലങ്ങളായി നാട്ടിലാണ് താമസം. ഇന്ന് രാവിലെയാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി മക്കളെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ തൂങ്ങി മരിച്ചത്. 18-ഉം 21-ഉം വയസ്സുള്ള പെൺമക്കൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. പരിക്കേറ്റവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രിയിൽ നിന്നും അറിയിച്ചു. രാവിലെ ഇവരുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ദാരുണമായ കാഴ്ച കാണുന്നത്. ഉടനെ മക്കളെ ആശുപത്രിയിൽ എത്തിച്ചു. സ്മിത അപ്പോഴേക്കും മരിച്ചിരുന്നു. പിറവം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് അരും കൊലയിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.